നമസ്കാരം. ഭരണ തുടർച്ചയുടെ വിധി അറിയാൻ 3 നാൾ മാത്രം ശേഷിക്കെ ഇടത് ക്യാമ്പിൽ നെഞ്ചിടിപ്പേറുകയാണ്. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയ 20 മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം കേവലം 3 പേർക്ക് മാത്രമാണ് LDF കേന്ദ്രങ്ങൾ 100% വിജയ സാധ്യത കൽപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചെങ്ങന്നൂരിലെ സജി ചെറിയാനും എലത്തൂരിലെ AK ശശീന്ദ്രനും K രാജനും GR അനിലും മാത്രമാണ് സുരക്ഷിതർ. മറ്റുള്ളവരുടെ വിധി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. മന്ത്രിമാർ കൂട്ടത്തോടുകൂടി പരാജയപ്പെടുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം അക്ഷരാർത്ഥത്തിൽ ശരിയാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ. VD സതീശന്റെ പ്രവചനങ്ങൾ ഇതിനു മുൻപും കൃത്യമായ സാഹചര്യങ്ങൾ ഏറെയാണ്. 20,000-നും 25,000-നും ഇടയിലാണ് തൃക്കാക്കരയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ VD സതീശൻ പറഞ്ഞ ഭൂരിപക്ഷം. കൃത്യമായും 25,000 വോട്ടുകളാണ് അവിടെ നേടിയത്. പുതുപ്പള്ളിയിലെ സതീശന്റെ കണക്ക് കൂട്ടലും അണിവിട പോലും പിഴച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ വിജയിച്ചു. അതായത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 33,000 ആയിരുന്നു. ചാണ്ടിക്ക് അത് 35 കടക്കുമെന്ന സതീശന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ചാണ്ടി ഉമ്മൻ വിജയിച്ചു കയറി. പാലക്കാടും നിലമ്പൂരും സതീശന്റെ നാവ് പിഴച്ചില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇരു സ്ഥലങ്ങളും UDF നേടി. ഇനിയും ഉദാഹരണങ്ങൾ ഏറെയാണ്. ഇക്കുറിയും സതീശന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് രാഷ്ട്രീയ കേരളം. 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരുമെന്നതാണ് സതീശന്റെ ഉറപ്പ്. തുടക്കത്തിൽ ഈ വാദത്തെ പുച്ഛിച്ച് തള്ളിയെങ്കിലും താഴെത്തട്ടിൽ നിന്നുമുള്ള പുതിയ കണക്കുകൾ ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ്. എക്സിറ്റ് പോളുകൾ UDFന് അനുകൂലമായതോടുകൂടി കോൺഗ്രസ് ക്യാമ്പിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ മങ്ങലിൽ നിന്ന് മോചിതരാകാൻ LDFന് ഇതുവരേക്കും കഴിഞ്ഞിട്ടുമില്ല. CPMൽ നിന്നും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സജി ചെറിയാൻ മാത്രമാണ് വിജയം ഉറപ്പിച്ചവരുടെ പട്ടികയിലുള്ളത്. മന്ത്രിസഭയിലെ പ്രബലരായ പലരും കടുത്ത വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനും വിജയിച്ച് കയറാം എന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ഉറപ്പുള്ള സീറ്റുകളുടെ പട്ടികയിൽ ഇവർ ഇക്കുറിയില്ല. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് കടുത്ത പോരാട്ടം നേരിട്ടതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയിലും പാർട്ടിക്ക് പൂർണ്ണമായും ഉറപ്പില്ല. തൃത്താലയിൽ MP രാജേഷും നേമത്ത് V ശിവൻകുട്ടിയും നേരിടുന്നത് പ്രവചനാതീതമായ മത്സരം തന്നെയാണ്. ആറന്മുളയിൽ വീണ ജോർജ്, കളമശ്ശേരിയിൽ P രാജീവ് എന്നിവരുടെ കാര്യത്തിലും CPM കേന്ദ്രങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടമാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം VN വാസവന്റെ മണ്ഡലത്തിലും കടുത്ത മത്സരം തന്നെയാണ് നടന്നത്. താനൂർ വിട്ട് തിരൂരിലേക്ക് ഭാഗ്യം തേടിപ്പോയ V അബ്ദുറഹ്മാന്റെ കാര്യത്തിലും ഇത്തവണ ഇടത് കേന്ദ്രങ്ങൾ 100% ഉറപ്പ് പറയുന്നില്ല. CPIയുടെ 4 മന്ത്രിമാരും വിജയിക്കുമെന്ന് പാർട്ടി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഒല്ലൂരിൽ K രാജനും നെടുമങ്ങാട് GR അനിലിനും വിജയം ഉറപ്പാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, മാനന്തവാടിയിൽ OR കേളു, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു എന്നിവരുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമല്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഭരണം നിലനിർത്താനാകുമോ എന്ന വലിയ ചോദ്യത്തിനൊപ്പം തന്നെ മന്ത്രിസഭയിലെ എത്ര പേർ നിയമസഭ കാണുമെന്നതും LDFന് ഇപ്പോൾ തലവേദനയായിരിക്കുകയാണ്. മെയ് 4-ന് ബാലറ്റുകൾ സംസാരിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു ചരിത്രമാകുമോ അതോ മന്ത്രിമാരുടെ പതനമാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.